താഴെ ഈ മരിച്ചതൊക്കെ 4 വയസ്സുള്ള കുട്ടിയാണ്. 5 വയസ്സിന് താഴെ വരുമ്പോഴാണ് ഏറ്റവും ഡേഞ്ചർ. ഇതുവരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത കുട്ടികളെല്ലാം 8 വയസ്സിന് മുകളിലുള്ള. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ഭയാശങ്കയ്ക്ക് അവകാശമില്ല. ഇപ്പോൾ സ്ഥിതികൾ കൺട്രോളാണ്. അതായത് 25 കുട്ടികൾ ആശുപത്രിയിലുണ്ട്. 21 പേരാണ് സ്ഥിരീകരിച്ചത്, 4 പേര് നിരീക്ഷണത്തിലാണ്. വയനാട്ടിൽ 21 പേർക്ക് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 കുട്ടികളുടെ നിരീക്ഷണത്തിലാണ്. പക്ഷേ എല്ലാ കുട്ടികളും 8 വയസ്സിന് മുകളിലായതുകൊണ്ട് 8 വയസ്സിന് താഴെ ഈ മരിച്ചതൊക്കെ 4 വയസ്സുള്ള കുട്ടിയാണ്. 5 വയസ്സിന് താഴെ വരുമ്പോഴാണ് ഏറ്റവും ഡേഞ്ചർ. ഇതുവരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത കുട്ടികളെല്ലാം 8 വയസ്സിന് മുകളിലുള്ള. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ഭയാശങ്കയ്ക്ക് അവകാശമില്ല. ഇപ്പോൾ സ്ഥിതികൾ കൺട്രോളാണ്. കൽപ്പറ്റ MLA കൂടിയായിട്ടുള്ള സിദ്ദിഖും IC ബാലകൃഷ്ണൻ അവിടെ തന്നെ സ്പോട്ടിലുണ്ട്. ബാക്കി ഞാൻ നാളെ വൈകുന്നേരം നാളത്തെ ഈ കോഴിക്കോട് അദാലത്തിന് ശേഷം ഉടനെ തന്നെ വയനാട്ടിൽ ചെല്ലുന്നതാണ്. നാളെ എല്ലാ സ്ഥിതിഗതിയും വിലയിരുത്തിക്കൊണ്ട് മെഡിക്കൽ ടീം, ഞങ്ങൾ ഒരു മെച്ചം കിട്ടിയത് മുഖ്യമന്ത്രിയാണ് ആവശ്യപ്പെട്ടത് ഒരു മെഡിക്കൽ ടീമിനെ അർജൻറ്റായിട്ട് അയക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അർജൻറ്റായിട്ട് മെഡിക്കൽ ടീമിനെ അയച്ചു. അവർ നല്ല സേവനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപകടത്തിൽ നിന്ന് ആ കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സ്റ്റേബിളാണ്, ഒന്നും ഭയപ്പെടാനില്ല. 21 പേർക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ള. 4 പേര് നിരീക്ഷണത്തിലാണ്. അത് വളരെ വിജിലൻ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. എന്താ ഞാൻ നോക്കട്ടെ കേട്ടോ.